ഹലോ സ്റ്റുഡൻസ്, നമുക്ക് അടുത്ത ഒരു സാമ്പിൾ പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ഒരു സ്ട്രിങ്ങിനെ ഒരു അറയിൽ നിന്നും മറ്റൊരു അറയിലേക്ക് കോപ്പി ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അതായത് നമ്മുടെ strcpy സ്ട്രിങ് കോപ്പി ചെയ്യാനുള്ള സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന് ഉപയോഗിക്കാതെ നമുക്ക് ഇതെങ്ങനെ അച്ചീവ് ചെയ്യാം, ഒരു സ്ട്രിങ്ങിനെ ഒരു അറയിൽ നിന്നും മറ്റൊരു അറയിലേക്ക് എങ്ങനെ കോപ്പി ചെയ്യാം, അതിനുള്ള പ്രോഗ്രാമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാതെ ഈ പ്രോഗ്രാം എങ്ങനെ എഴുതാം. ഇപ്പോൾ ഇത് ആക്ച്വലി വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാംസ് എല്ലാം നോക്കിയ ആൾക്കാർക്ക് ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിലുള്ള സെയിം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ച് തന്നെയാണ് ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. പുതിയതായിട്ട് മനസ്സിലാക്കാൻ ഇതിൽ ഒന്നുമില്ല എന്നാണ് അവസ്ഥ. കാരണം നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ആൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ പ്രോഗ്രാം റൺ ചെയ്യപ്പം ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യം എൻ്റെ സ്ട്രിങ് S1 എന്ന് ചോദിക്കും. അതായത് ആദ്യത്തെ ഒരു സ്ട്രിങ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസോ മൾട്ടിപ്പിൾ വേർഡ്സോ അല്ലെങ്കിൽ സിംഗിൾ വേർഡോ ഉള്ള ഒരു സ്ട്രിങ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനെ S1 എന്ന് പറയുന്ന അറയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. ആ സെയിം സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടാമതൊരു സ്ട്രിങ് ആണ്. ഈ S1 എന്ന സ്ട്രിങ് അല്ല നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, വേറെ ഒരു S2 എന്ന് പറയുന്ന സ്ട്രിങ് ആണ് ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതായത് S1 എന്ന അറയിൽ നിന്നും S2 എന്ന അറയിലേക്ക് കോപ്പി ചെയ്തിട്ട് അതിനെയാണ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആദ്യം ഡിക്ലറേഷൻ നമുക്ക് നോക്കാം. രണ്ട് ക്യാരക്ടർ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാൻ S1 എന്ന അറേ നമ്മൾ ചോദിക്കുമ്പോൾ യൂസറിനോട് ചോദിക്കുമ്പോൾ യൂസർ ഇൻപുട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് S1 എന്നൊരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ മറ്റൊരു അറയിലേക്ക് കോപ്പി ചെയ്യണം. അതിനുവേണ്ടി രണ്ടാമതൊരു അറേയും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, S2 എന്ന നെയിം ഇട്ട്. രണ്ടിനും 100 ആണ് സൈസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു I എന്നൊരു വേരിയബിളും കൂടെ, ഇൻറ്റീജർ വേരിയബിളും കൂടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഫോർ ലൂപ്പിൽ ഉപയോഗിക്കാനായിട്ടുള്ള I എന്ന വേരിയബിൾ. ഇത് നിങ്ങൾക്കറിയാം. സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തത്. ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ സെമി കോളൻ കണ്ടല്ലോ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊണ്ട് കഴിഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്പേസ് സേവ് ചെയ്യാനായിട്ട് ഇത് നെക്സ്റ്റ് ലൈനിലാണ് വരേണ്ടത്. സ്പേസ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, കുഴപ്പമില്ല. ഇവിടെ സെമി കോളൻ ഇട്ട് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഇൻറ്റീജർ വേരിയബിൾ I എന്നുള്ള ഒരു ഇൻറ്റീജർ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത എൻ്റെ സ്ട്രിങ് S1 എന്ന ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി printf എന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉപയോഗിക്കാം. ആ സമയത്ത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ആ സ്ട്രിങ്ങിനെ നമുക്ക് S1 എന്ന് പറയുന്ന അറയിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഒന്നീ സ്കാൻഫ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ വേർഡ്സ്, ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് സ്പേസ് നമുക്ക് അതിലൂടെ സ്റ്റോർ ചെയ്യാൻ നോക്കും. S1 എന്ന് പറയുന്ന അറയിലേക്ക് സ്റ്റോർ ചെയ്യാൻ നോക്കും. അപ്പം നമുക്കറിയാം, ഈ സ്ട്രിങ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യപ്പോൾ ഒരു നൾ ക്യാരക്ടറും കൂടെ ചേർത്താണ് ഈ S1 എന്ന് പറയുന്ന അറയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അവസാനം L കഴിഞ്ഞിട്ട് ഒരു നൾ ക്യാരക്ടറും കൂടെ വരും, അതും കൂടെ ചേർത്തായിരിക്കും S1 എന്ന അറയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ അത് ഡിസ്പ്ലേ ചെയ്യണം, ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണിത്. ഇത് printf എന്ന് കൊടുത്ത് സ്ട്രിങ് S2 ഈസ് എന്ന ടെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് %s എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ %s എന്ന് പറയുന്ന ടേമിന്റെ അവിടെ ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യണം. അതിനു വേണ്ടിയാണ് S2 എന്ന് നമ്മൾ ഇവിടെ എഴുതിക്കണം. S2 എന്ന് പറയുന്ന ഒരു അറയാണ്. അപ്പോൾ നമ്മൾ S1 സംഭവം സേവ് ചെയ്ത്, ആ സ്ട്രിങ്ങിനെ സേവ് ചെയ്ത്, എന്നിട്ട് S2 എന്ന അറയാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തത്. അപ്പോൾ സെയിം സ്ട്രിങ് തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ S1 നിന്ന് S2 കോപ്പി ചെയ്തു ആ സ്ട്രിങ്ങിനെ, എന്നിട്ട് S2 ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അങ്ങനെ കോപ്പി ചെയ്യാനായിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ 3 സ്റ്റേറ്റ്മെന്റ്സ്. 1, 2, 3. ഇതാണ് നമുക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതും പുതിയ കാര്യമല്ല, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പ്രോഗ്രാംസിലൊക്കെ ഉപയോഗിച്ച സെയിം സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആൾറെഡി അറിയാം. ഇവിടെ ഒരു ഫോർ ലൂപ്പ് ഉണ്ട്. ഫോർ ലൂപ്പിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കാണുന്നത്. ഇത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർ ലൂപ്പിന്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്രാക്കറ്റ് വേണം എന്ന് നിർബന്ധമില്ല. ബ്രാക്കറ്റ് ഇട്ടാലും വർക്ക് ചെയ്യും. ഈ 2 ബ്രാക്കറ്റ് ഇട്ടില്ല എങ്കിലും ഇത് നോർമലായിട്ട് വർക്ക് ചെയ്തോളും. കാരണം ഇതിന്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് കാണിക്കാനായിട്ട് ബ്രാക്കറ്റ് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ, ഈ S1 എന്ന അറയിലോട്ടാണ് ഈ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന, ഇവിടെ മെക്കാനിക്കൽ എന്ന വേർഡാണ് സ്ട്രിങ് ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്തത്. അതിലെ ഓരോ ഇൻഡെക്സ് പൊസിഷനിലുള്ള ക്യാരക്ടറിനെ മറ്റേ സെക്കൻഡ് S2 എന്ന് പറയുന്ന അറയിലേക്ക് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇവിടെ നമ്മൾ സ്ട്രിങ് സ്റ്റോർ ചെയ്തത് 0 to ഒരു പർട്ടിക്കുലർ വാല്യൂ വരെയുള്ള ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് നമ്മുടെ ഈ സ്ട്രിങ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇൻഡെക്സ് പൊസിഷൻ 0ൽ എം എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റോർ ചെയ്യും. ഇൻഡെക്സ് പൊസിഷൻ 1ൽ ഇ എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റോർ ചെയ്യും. നമ്മൾ കോപ്പി ചെയ്യാനായിട്ട് ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിലുള്ള പർട്ടിക്കുലർ ഇൻഡെക്സ് പൊസിഷനിലുള്ള അറേ ഇൻഡെക്സ് പൊസിഷനിലുള്ള ക്യാരക്ടറിനെ S2ലും അതേ ഇൻഡെക്സ് പൊസിഷനിലോട്ട് തന്നെ കോപ്പി ചെയ്യും. അതായത് എം എന്ന് പറയുന്നത് 0 എന്ന ഇൻഡെക്സ് പൊസിഷനിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ S2 എന്ന അറേയിൽ 0 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ട് കോപ്പി ചെയ്യും. ഇത് 1 എന്ന ഇൻഡെക്സ് പൊസിഷനിലാണ് ഈ ക്യാരക്ടർ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 എന്ന ഇൻഡെക്സ് പൊസിഷനിൽ S2ലോട്ട് കോപ്പി ചെയ്യും. അങ്ങനെ സെയിം ഇൻഡെക്സ് പൊസിഷനിൽ തന്നെ S2 എന്ന് പറയുന്ന സെക്കൻഡ് അറേയിലോട്ട് ജസ്റ്റ് കോപ്പി ചെയ്യുക മാത്രമേ ഉള്ളൂ. അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ ഈ കാണിച്ചുള്ള മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ S2i ഈക്വൽസ് S1i എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ i രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ i 1 ആണെങ്കിൽ ഇവിടെ 1 തന്നെയാണ്. ഇവിടെ ഐയുടെ വാല്യൂ 2 ആണെങ്കിൽ ഇവിടെ ഐയുടെ വാല്യൂ 2 തന്നെയാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 0 ആയിരിക്കും. രണ്ടിടത്തും ഐയുടെ വാല്യൂ 0 ആയിരിക്കും. അതായത് S1ൽ 0 എന്ന പൊസിഷനിൽ വരുന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന ക്യാരക്ടർ എന്താണോ അത് S2ൽ 0 ഇൻഡെക്സ് പൊസിഷനിലുള്ള ക്യാരക്ടറിലോ ആ എലമെന്റിലോട്ട് അങ്ങ് കോപ്പി ചെയ്യും. അതായത് ഇവിടെ 0 പൊസിഷനിൽ എം എന്ന ക്യാരക്ടറാണ് ഉള്ളത്. അതിനെ അതേപോലെ തന്നെ S2 എന്ന അറേയിൽ 0 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഫോർ ലൂപ്പാണ്. അറിയോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫോർ ലൂപ്പിൽ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആദ്യത്തെ ഐയുടെ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഇൻക്രിമെന്റ് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെയാണ് ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ എന്ന് പറയുന്ന കണ്ടീഷൻ. നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതിലെ സ്ട്രിങ്ങിലെ ഈ സ്ട്രിങ് എൻ്റർ ചെയ്ത് കൊടുത്ത സ്ട്രിങ്ങിൽ ഈ ഓരോ ഇൻഡെക്സ് പൊസിഷനിലുള്ള ക്യാരക്ടറും അടുത്ത അറേയിൽ അതേ ഇൻഡെക്സ് പൊസിഷനിലോട്ട് തന്നെയാണ് കോപ്പി ചെയ്യുന്നത്. എതുവരെ കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ് ഫുള്ളും കോപ്പി ചെയ്യണം. ഫുള്ള് കോപ്പി ചെയ്യുന്നു എന്ന് എങ്ങനെ അവസാനം എൻഡ് എത്തുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ സ്ട്രിങ്ങിലെ ക്യാരക്ടേഴ്സ് എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു നൾ ക്യാരക്ടർ എത്തും വരെ അതിന് മുന്നേ ഉള്ള ക്യാരക്ടേഴ്സ് എല്ലാം അടുത്ത അറയിലോട്ട് കോപ്പി ചെയ്യണം. അതായത് ഈ ഐയുടെ വാല്യൂ 0 1 2 3 4 എന്നുള്ളത് എപ്പോഴാണോ അതിൻ്റെ നൾ ക്യാരക്ടർ വരുന്നത്, ആ ഒരു ഇൻഡെക്സ് പൊസിഷനിൽ നൾ ക്യാരക്ടർ വരുന്നത്, അതുവരെ അതിന് മുന്നേ വരെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം അടുത്ത സ്ട്രിങ്ങിലോട്ടും കോപ്പി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അതേപോലെ തന്നെ അതേ ഇൻഡെക്സ് പൊസിഷനിലോട്ട് കോപ്പി ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഇവിടെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 to ഒരു പർട്ടിക്കുലർ വാല്യൂ എവിടെയാണോ നൾ ക്യാരക്ടർ വരുന്നത് അതുവരെയുള്ള വാല്യൂവിൻ്റെ റേഞ്ച് ആയിരിക്കും ഐക്ക് വരുന്നത്. 0 to ഇവിടെ ഇപ്പം ഈ കേസിലാണെങ്കിൽ ഇൻഡെക്സ് പൊസിഷൻ 0 1 2 3 4 5 6 7 8 9 അത് കഴിഞ്ഞ് 10 എന്ന ഇൻഡെക്സ് പൊസിഷനിലാണ് ഈ നൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം ഐയുടെ വാല്യൂ 10 വരുന്നത് വരെ 10 വരാൻ പാടില്ല, ഐയുടെ വാല്യൂ 9 വരുന്നത് വരെ ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും അടുത്ത S2 എന്ന അറയിലോട്ട് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണോ ഐയുടെ വാല്യൂ 10 എത്തുന്നത്, അതായത് എപ്പോഴാണോ നൾ ക്യാരക്ടർ എത്തുന്നത് അവിടെ വെച്ച് ഈ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ കോപ്പി ചെയ്യാൻ പാടില്ല. ആ നൾ ക്യാരക്ടറിനെ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ആ ഒരു കണ്ടീഷൻ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ആദ്യം എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുമ്പം ഐയുടെ വാല്യൂ 0 ആയിരിക്കും. അതായത് ആദ്യത്തെ ഇൻഡെക്സ് പൊസിഷനിലുള്ള ക്യാരക്ടർ അത് ഇവിടെ എം ആണ് വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. S1i എന്ന് പറയുന്നത് എം എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അത് നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ ആണെങ്കിൽ അതിനെ കോപ്പി ചെയ്യും. S1i എന്ന് പറയുന്ന അതിലുള്ള ക്യാരക്ടർ S2iലോട്ട് തന്നെ സെയിം പൊസിഷനിൽ S2 എന്ന് പറയുന്ന അറയിലോട്ട് കോപ്പി ചെയ്യും. എന്നിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. എന്നിട്ട് പിന്നെ അത് നൾ ക്യാരക്ടർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 1 ആവുമ്പോഴത്തേക്കും അത് ഇ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അത് ഇവിടെ ആദ്യം ചെക്ക് ചെയ്യും. നൾ ക്യാരക്ടർ ഈക്വൽ ടു നൾ ക്യാരക്ടർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇ ആണ്. അപ്പം നൾ ക്യാരക്ടർ അല്ല, ഈ കണ്ടീഷൻ ട്രൂ ആവും. വീണ്ടും ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ആ ക്യാരക്ടറിനെ ആ പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന ക്യാരക്ടറിനെ അടുത്ത S2യിലോട്ട് അതേപോലെ തന്നെ കോപ്പി ചെയ്യും. ഇപ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്. പിന്നെ അതിനെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 2 ആവും. ഇവിടെ ഐയുടെ വാല്യൂ 2 എന്ന് പറയുന്നത് സി എന്ന ക്യാരക്ടറാണ്. ആ സി എന്ന ക്യാരക്ടർ ആണോ നൾ ക്യാരക്ടറിന് ഈക്വൽ ടു ആണോ എന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പം നൾ ക്യാരക്ടർ അല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവും. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ എൽ എന്ന ക്യാരക്ടർ വരുമ്പോഴും ഇവിടെ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അതായത് നൾ ക്യാരക്ടർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ ആണ്. അപ്പം കണ്ടീഷൻ ട്രൂ ആവും. ഇത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് ഐയുടെ വാല്യൂ പിന്നെ ഇൻക്രിമെന്റ് ചെയ്ത് 10 ആകും. 10 എന്ന് പറയുന്നത് ഇവിടെ എൽ കഴിഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അതായത് നൾ ക്യാരക്ടർ. ആ നൾ ക്യാരക്ടർ ആയിരിക്കും ഐയുടെ വാല്യൂ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ S1 എന്ന്
എന്ന അറയിൽ 10th പൊസിഷനിൽ വരുന്ന ക്യാരക്ടർ എന്നുള്ള നൾ ക്യാരക്ടർ ആണ്. അതിവിടെ നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യപ്പം ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. കാരണം നൾ ക്യാരക്ടർ ആണല്ലോ, നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ അല്ല, ഈക്വൽ ടു നൾ ക്യാരക്ടർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, കാരണം ഒന്നും കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ വെച്ച് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ S1 എന്ന് പറയുന്ന അറയെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം നൾ ക്യാരക്ടർ എവിടെയാണോ എത്തുന്നത് അതിന് മുന്നേയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം S2 എന്ന് പറയുന്ന അറയിലേക്ക്, ഈ S2 എന്ന് പറയുന്ന അറയിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞു, നൾ ക്യാരക്ടർ ഒഴികെ. നൾ ക്യാരക്ടർ എവിടെയാണോ എത്തുന്നത് അതുവരെയുള്ള I ആണ് നമ്മളിവിടെ റേഞ്ച് ആയിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഈ ക്യാരക്ടേഴ്സ് മാത്രം കോപ്പി ചെയ്താൽ പോരാ, ഈ S2 എന്ന് പറയുന്ന അറയിൽ ഈ സ്ട്രിങ് മാത്രം പോരാ, അതിൻ്റെ അവസാനം ഒരു നൾ ക്യാരക്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ആ നൾ ക്യാരക്ടർ നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തില്ലായിരുന്നു. അപ്പോൾ ആ നൾ ക്യാരക്ടറിനെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്ട്രാ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ കൊടുക്കാം. ഇത് നിർബന്ധമില്ല, ചില ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. നമ്മൾ നോക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതും കൂടെ നോക്കാം, ഇതും കൂടെ പഠിക്കാം. അപ്പോൾ ഈ I എന്ന് പറയുന്നത് ഈ അവസാനത്തെ ഇൻഡെക്സ് പൊസിഷനാണ് ഐയിൽ വന്നു നിന്നത്. അതായത് ഈ എല്ലും കഴിഞ്ഞിട്ട്, ഈ സ്ട്രിങ് കഴിഞ്ഞിട്ട് അടുത്ത നൾ ക്യാരക്ടർ വരേണ്ട ആ പൊസിഷനിലാണ് I വന്ന് സ്റ്റോപ്പ് ചെയ്തത്. ആ ഐയുടെ പൊസിഷൻ തന്നെ ഈക്വൽ ടു നൾ ക്യാരക്ടർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ആ S2 എന്ന് പറയുന്ന അറയിലേക്കും കൂടെ ഈ നൾ ക്യാരക്ടർ ആ പൊസിഷനിലോട്ട് സ്റ്റോർ ആവും. ആ പൊസിഷൻ എന്ന് പറയുന്നത് ഈ സ്ട്രിങ് കഴിഞ്ഞ് L എന്ന് പറയുന്ന ക്യാരക്ടറും കഴിഞ്ഞിട്ടുള്ള ആ പൊസിഷനാണ് ഐയുടെ വാല്യൂ ഇപ്പോൾ നിൽക്കുന്നത്. അതിലേക്ക് ഈ നൾ ക്യാരക്ടറും കൂടെ സ്റ്റോർ ആവും. എന്നിട്ട് ആ S2 എന്ന് പറയുന്ന ആ അറയിലുള്ള സ്ട്രിങ്ങിനെ അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അത്രേ ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നുള്ളൂ. അതായത് സ്ട്രിംഗ് കോപ്പി strcpy എന്ന സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ മാനുവലായിട്ട് ഒരു പ്രോഗ്രാമിന്റെ കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വേണം ഉണ്ടാക്കേണ്ടത്. ഇത് എക്സാമിന് പ്രത്യേകം ഇങ്ങനെ ചോദിക്കും, എ പ്രോഗ്രാം ടു കോപ്പി എ സ്ട്രിംഗ് ഇൻടു ആൻ അറേ വിത്തൗട്ട് യൂസിങ് എ ഫംഗ്ഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിലാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതേണ്ടത്. സാധാരണ 10 മാർക്സിനൊക്കെയാണ് ഈ പ്രോഗ്രാം ചോദിക്കുന്നതെങ്കിൽ വിത്തൗട്ട് യൂസിങ് എ ഫംഗ്ഷൻ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ഇത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ടി വരും. കാരണം ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ ഒരു 1 ലൈനൊക്കെ വരുന്നുള്ളൂ. ഈ മെയിൻ ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനിൽ നമുക്ക് ഇതങ്ങ് തീർക്കാനൊക്കും. നമുക്ക് വേണമെങ്കിൽ ഈ strcpy എന്ന സംഭവം നമുക്ക് ഇവിടെ വേണമെങ്കിലും മെൻഷൻ ചെയ്യാനൊക്കും, എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ പറ്റും. അപ്പം അത് ഒഴിവാക്കാനായിട്ട്, പക്ഷെ അതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതിയാൽ ചിലപ്പം 10 മാർക്സ് ഒന്നും കിട്ടി എന്ന് വരത്തില്ല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കേസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കോഡ്സ് എഴുതി കാണിക്കേണ്ടി വരും 10 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ. അപ്പം ഇതാണ് ഈ സ്ട്രിങ് റിലേറ്റഡ് ആയിട്ടുള്ള സാമ്പിൾ പ്രോഗ്രാംസ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.